ഹായ്, ഞാനിന്നൊരു പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പക്കോടയാണ് പൊട്ടറ്റോ പക്കോട. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടറ്റോസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചേരുവകൾ നോക്കാം. ഇതിനു വേണ്ടി 5 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില. ഈ ചേരുവകളാണ് ചേർത്തത്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇത് പൊട്ടറ്റോയിൽ തന്നെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിക്കായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം ശകലം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി കുറേശ്ശെ സ്പൂണിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും നമുക്ക് കൊടുക്കണ്ട. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ തിക്കായാൽ അതിൻ്റെ ഉള്ളു വേവില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. നല്ലവണ്ണം ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ ആവുന്നവരെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരാം. ഏതാണ്ട് ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. ഈസി റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്.